സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന നമ്മളെല്ലാവരും പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനോട് വ്യക്തിപരമായി ആത്മബന്ധമുള്ളവരാണ്. അനുഭവങ്ങളുടെ 1000 കഥകൾ പറയാൻ മാത്രം അനുഭവ സമ്പത്തുള്ളവർ തന്നെയാണ് ഇരിക്കുന്ന എല്ലാവരും. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും, ഒരു സുഹൃത്ത് എന്ന നിലയിലും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ എത്രയോ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയ ഒരു മഹാനായ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വിനയത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തെക്കുറിച്ചും അദ്ദേഹം ജീവിച്ച ഒരു രീതിയെക്കുറിച്ചും എല്ലാവരും ഇവിടെ പറയുകയുണ്ടായി. എനിക്കതിനേക്കാൾ വലിയ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയായി തോന്നിയത്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു തരത്തിലുള്ള നിരാശയും പ്രകടിപ്പിക്കാത്ത, പരിഭവങ്ങൾ പറയാത്ത, തനിക്ക് കിട്ടിയ അംഗീകാരങ്ങളിലെല്ലാം ഏറെ സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണ നിശ്ചയത്തിന് എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോഴുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തെങ്കിലും പരിഭവം പറയുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞത്, മോൻ്റെ കല്യാണത്തിന് മറക്കാതെ വരണേ, നിശ്ചയത്തിന് വരാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് പലപ്പോഴും നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് മാതൃകയാക്കാൻ കഴിയുന്ന, കിട്ടിയതിലെ സംതൃപ്തിയും വന്ന ആളുകളിലെ സംതൃപ്തിയും രേഖപ്പെടുത്തുന്ന ഒരു അപൂർവ അനുഭവം ഇവിടെ പറയുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ രംഗത്തും അദ്ദേഹത്തിൻ്റെ ജീവിത രംഗത്തും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമുണ്ട്. നേതാക്കളെല്ലാം ഇവിടെ സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പുലർത്തിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ മതനിരപേക്ഷതയുടെ കാപട്യമില്ലാത്ത, കളങ്കമില്ലാത്ത ഒരു മുഖമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ദളിത് സമൂഹത്തിനകത്ത് നിന്ന്, പ്രത്യേകിച്ചും ഏറ്റവും പിൻനിരയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ CPയുടെ പറഞ്ഞ പോലെ അന്തസ്സുള്ളവരാക്കുന്നതിൽ അദ്ദേഹം അർപ്പിച്ച ജീവാർപ്പണമാണ് എന്നും ഉണ്ണിയേട്ടൻ്റെ പേരിൽ സ്മരിക്കപ്പെടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ഈ അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ ഏറെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹമീദ് മാഷ്, വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ബഹുമാന്യനായ ശ്രീ ഉണ്ണികൃഷ്ണൻ്റെ വിയോഗം ഏറെ ഞെട്ടലോടെയാണ് ഇന്നലെ ഉച്ചയോടെ ഞാൻ അറിഞ്ഞത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ മാഡത്തിൻ്റെ മകളുടെ വിവാഹ സന്ദർഭത്തിൽ മനാഫ് വക്കീലിനോട് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥിതിയെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏറെ ആശങ്ക ഉളവാക്കുന്നതായിരുന്നു. എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വേർപാട് ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ശ്രീ ഉണ്ണികൃഷ്ണൻ ഒരു മാതൃകാ പൊതുപ്രവർത്തകൻ, വിദേശ സംഘാടകനാണ്, ശ്രദ്ധേയനായ പ്രഭാഷകനാണ്, ജനകീയനായ ജനപ്രതിനിധിയാണ്, പ്രഗത്ഭനായ ഭരണാധികാരിയാണ്. അത്തരമൊരു ബഹുമുഖ പ്രതിഭ അകാലത്ത് വേർപെട്ടു പോകുന്നത് നമ്മുടെ നാടിൻ്റെയായ നഷ്ടമാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവ് മാത്രമല്ല, അത്ര അദ്ദേഹത്തെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് എന്ന ചട്ടക്കൂടിനകത്ത് ഒതുക്കാൻ
കഴിയുന്നതല്ല. അതിൽ നാടികയായ ജനനായകൻ, മാതൃക പൊതുപ്രവർത്തകൻ. എനിക്ക് വളരെ അടുത്ത അദ്ദേഹവുമായി പരിചയമുണ്ട്. 6-7 കൊല്ലക്കാലം ജില്ലാ ആസൂത്രണ സമിതിയിൽ അദ്ദേഹവുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ അതിലൂടെ ഉണ്ടായിട്ടുള്ള ആത്മബന്ധം, സഹോദര തുല്യമായ ഒരു സ്നേഹബന്ധം, അദ്ദേഹത്തിന്റെ വ്യക്തി സവിശേഷതകളെ കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ അതിനോട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പത്രം വായിച്ചപ്പോൾ മുനവഴി തങ്ങളുടെ ഒരു അനുസ്മരണ കുറിപ്പ് കാണാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നത്, ശ്രീ ഉണ്ണികൃഷ്ണനെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ വ്യക്തി സവിശേഷതകളോടൊപ്പം ഒരു പച്ചയായ മനുഷ്യൻ എന്നാണ് മുനവഴി തങ്ങൾ അദ്ദേഹത്തിന്റെ അനുശോചന കുറിപ്പിൽ സൂചിപ്പിച്ചത്. എനിക്കും അദ്ദേഹത്തെ വിശേഷിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും സവിശേഷത ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഏത് യോഗത്തിൽ അഭിപ്രായങ്ങൾ പറയുമ്പോഴും അദ്ദേഹം പാർശ്വവൽകൃത ജനതയുടെ ആശങ്കകളും ഉത്കണ്ഠകളും അവരുടെ പരിമിതികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലായാലും ആസൂത്രണ സമിതി യോഗത്തിലായാലും അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എക്കാലത്തുമായിരുന്നു. അത് ഞാൻ സൂചിപ്പിച്ചത് ആ വിഭാഗത്തിന്റെ അത്താണിയും ആശയവുമായിരുന്നു. അങ്ങനെ നമ്മുടെ പൊതുമണ്ഡലത്തിന്റെ ആദ്യ മാതൃകയായ ശ്രീ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിന്റെ വേർപാട് നമ്മുടെ നാടിനെ സംബന്ധിച്ച് തീരാ നഷ്ടമാണ്. ആ മഹാനായ നമ്മുടെ കൂട്ടത്തിൽ ഈ നാടിന്റെ സംഭാവനയായി നമ്മുടെ പൊതുമണ്ഡലത്തിന് ലഭിച്ച ശ്രീ ഉണ്ണികൃഷ്ണന്റെ അകാല നിര്യാണത്തിൽ ദുഃഖിക്കുന്ന അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനം, അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അവരുടെ എല്ലാം ദുഃഖത്തിൽ പങ്കുചേരുന്നു. CPM-ന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനം. സഹോദരി സഹോദരന്മാരെ, പേട്ടനെ കുറിച്ച് പറയുമ്പോൾ മണിക്കൂറുകളോളം അദ്ദേഹവുമായി ചെലവഴിച്ചതും ഇടപെട്ടതുമായ കാര്യങ്ങൾ അനുസ്മരിക്കാൻ ഉണ്ട്. ദീർഘമായിട്ടൊന്നും ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല. 96-ലാണ് AP ആദ്യമായി കാണുന്നത്. അദ്ദേഹം അന്ന് കുന്നമംഗലത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. നല്ല ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ. ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് പ്രഭാതം മുതൽ നട്ടപ്പാതി വരെ സംഘത്തോടിയാലും ഒരു ക്ഷീണവും ഇല്ലാതെ ഓടി നടക്കുന്ന AP ആ നിയോജക മണ്ഡലത്തിലെ കോളേജുകളിലൊക്കെ സന്ദർശിക്കാൻ അന്ന് അദ്ദേഹത്തിൻ്റെ സഹായിയായി ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയിരുന്നു. അവിടെ ഇങ്ങോട്ട് പിന്നീട് 2001 ഞാൻ MLA ആയി. ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി. അതിനുശേഷം മുസ്ലിം ലീഗിൻ്റെ അകത്തുള്ള ദളിത് സമൂഹത്തിൽപ്പെട്ട ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ദളിത് ലീഗ് ഉണ്ടാക്കി. ആ ദളിത് ലീഗിൻ്റെ പ്രസിഡന്റ് ഞാനും സെക്രട്ടറി AP-യും അങ്ങനെ ഒന്നിച്ച് ഈ കഴിഞ്ഞ വർഷം വരെ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഞങ്ങളുടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വലിയ ധൈര്യശാലിയായിരുന്നു AP. എവിടെ എന്ത് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടങ്ങളിൽ പോകാനും ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ യാതൊരു വൈമനസ്സും ഉണ്ടായിരുന്നില്ല. നിരന്തരമായ സംഘടനാ പ്രവർത്തനം നടക്കുമ്പോണ്ടാകുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അതിനുമൊക്കെ പരിഹാരമുണ്ടാക്കി അതും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വലിയ അസാമാന്യമായ ധൈര്യം AP എന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സംഘടനയുടെ ഭാരവാഹികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ എല്ലാം ഒരു വലിയ വേദന എന്ന് പറയുന്നത്
AP ഒരു സംഘടനാ പ്രവർത്തകനോ സഹപ്രവർത്തകനോ മാത്രമായിരുന്നില്ല. ഞങ്ങളുടെ എല്ലാം കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായിട്ടാണ് അദ്ദേഹം ഇടപെട്ടത്. ഒരു 7-7:30 മണിയാവുമ്പോൾ AP വീട്ടിലെത്തിയാൽ ഒരു 10-10:30-11 മണി വരെ സമയം മാറി മാറി എല്ലാ ആളുകളെയും അദ്ദേഹം വിളിക്കും. സംഘടന കാര്യങ്ങൾ കുറച്ചൊക്കെ പറഞ്ഞാൽ ബാക്കി കുടുംബ കാര്യങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പങ്കുവെക്കും. ഞങ്ങളൊക്കെ വീട്ടിലുണ്ടാകുന്ന ഓരോരോ കാര്യങ്ങളും പരസ്പരം അന്വേഷിക്കാനും അതിനൊക്കെ പങ്കാളിയാവാൻ അതൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ AP അസാമാന്യമായ താല്പര്യം കാണിച്ചിരുന്നു. ഞാൻ ഇന്നലെ മരണവിവരം അറിഞ്ഞാണ് ഇവിടെ എത്തിയത്. തൊട്ട് മുമ്പ് 2 ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഇവിടെ വീട്ടിൽ വന്നപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള സാധാരണക്കാരായ ആളുകൾ, ദളിത് ലീഗുമായി ബന്ധമുള്ള സാധാരണക്കാരായ ആളുകൾ, നിരവധി ആളുകൾ ഇവിടെ വന്ന് വലിയ വിഷമത്തോടു കൂടി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ച ഞങ്ങൾ കാണുകയുണ്ടായി. എല്ലാ ജില്ലയിലുമുള്ള ആളുകൾ നേരിട്ട് പേരെടുത്ത് വിളിക്കാൻ മാത്രം അവരുമായി അടുപ്പം അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഉണ്ണികൃഷ്ണന്റെ വിയോഗം അത് ഇന്ത്യയുടെ മുസ്ലിം ലീഗിനും ദളിത് ലീഗിനും ആ കുടുംബത്തിനൊക്കെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ ആ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേദനിക്കുന്ന കുടുംബത്തിന്റെ ദുഃഖത്തിലും വേദനയും പങ്കുചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണന്റെ വിയോഗം സൃഷ്ടിച്ച ദുഃഖം ഘനീഭവിച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ. ഞാൻ ഉണ്ണികൃഷ്ണൻ എന്നാ വിളിക്കാം. കാരണം ഉണ്ണികൃഷ്ണൻ്റെ എത്രയോ ഇളയതാണ്, ചെറുപ്പത്തിൽ കണ്ടു തുടങ്ങിയതാണ്. പക്ഷേ പ്രത്യേക വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ഞാനിപ്പോൾ എല്ലാ വിഷയങ്ങളും ഇവിടെ സംസാരിക്കാൻ സമയമില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ രോഗം പെട്ടെന്നുണ്ട്. ഞങ്ങളിവിടെ ഒരു ഹെൽത്ത് ക്ലബ്ബുണ്ട്, കണ്ണമംഗലം എടക്കപറമ്പ് സ്കൂൾ. നമുക്കൊക്കെ അറിയാം, യോഗയും വ്യായാമവും കൂടി ഇഴുകിച്ചേർത്ത ഒരു പുതിയ ഉൽപ്പന്നമാണ്. അതിൽ സജീവമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് ഉണ്ണികൃഷ്ണൻ. അതിനിടയ്ക്ക് ഞങ്ങളിങ്ങനെ പോകുന്നിടയിൽ സംസാരിച്ച് പിരിഞ്ഞ് എപ്പോഴും ചായ കുടിച്ച് പിരിഞ്ഞ് ഇങ്ങൊക്കെ പോകുന്ന ഒരു വണ്ടിയിൽ വന്നിറങ്ങും. എൻ്റെ വീടും ഉണ്ണികൃഷ്ണൻ്റെ വീടും വളരെ അടുത്ത് തന്നെ. അതിലൊരു ഉണ്ണികൃഷ്ണനെ കാണാതായി. അപ്പം എന്താ സംഗതി ചോദിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ നേരെ ജ്യേഷ്ഠൻ വേലായുധൻ്റെ ഭാര്യയുടെ മരണം അദ്ദേഹത്തിനായിട്ടില്ല. അപ്പം അതുമായി സംബന്ധിച്ച അതിനൊക്കെ വളരെ സജീവമായി അതിന് നേതൃത്വം കൊടുത്ത ആളായിരുന്നു മറ്റു പരിപാടികൾക്കൊക്കെ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് പോസ്റ്റേറ്റിൻ്റെ ഒരു അസുഖമുണ്ട് മൂപ്പർക്ക്. വളരെ വൈകിയാണ് അവർ പറഞ്ഞതുപോലെ മാരകമായ ഒരു രോഗത്തിൻ്റെ അടിമയാണ് ഉണ്ണികൃഷ്ണൻ എന്നറിഞ്ഞത്. അതറിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യ കടയിൽ ഞാൻ പെട്ടെന്ന് ചെന്ന് കണ്ടപ്പോൾ കട്ടിൽ കിടക്കുകയാണ്. കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോഴൊന്നും രോഗത്തെക്കുറിച്ച് നല്ല സംസാരമായിരുന്നു. കുറേ സംസാരിച്ചു, ഞാൻ കുറേ സമാശ്വസിപ്പിച്ചു. സാരമില്ല, അതൊക്കെ പ്രതി നമുക്ക് തുറന്നും യോഗയിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിപ്പിച്ചിരുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ പറഞ്ഞു, ഉണ്ണികൃഷ്ണന് മേജർ ഓപ്പറേഷൻ ഉണ്ട്. രോഗത്തിൻ്റെ ഇത് അറിഞ്ഞു. അങ്ങനെ യോഗയിൽ ഞങ്ങൾ വീണ്ടും ഇന്നലെ രാവിലെ പങ്കെടുത്തപ്പോൾ പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ ഇവിടേക്ക് കൊണ്ടുവരികയാണ്, കരുണയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ നമുക്കൊക്കെ അറിയല്ലോ ആ രോഗത്തിൻ്റെ ഘട്ടം എവിടെ എത്തിയെന്ന്. എന്തായിരുന്നാലും ജുമാ തിരിഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണനെ കാണണം എന്ന് ഉദ്ദേശിച്ചതാണ്. പക്ഷേ സാധിച്ചില്ല. അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിയാം. എന്നിട്ട് പറയുന്നില്ല, മലപ്പുറം ജില്ല മുഴുവനും അക്ഷരാർത്ഥത്തിൽ ഒഴുകിയെത്തിയ ഒന്നായിരുന്നു. ഇന്നലെ 2 മണി മുതൽ മലപ്പുറത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഇവിടെ മദ്രസയിലും ഇന്ന് പരപ്പഞ്ചനയിലേക്ക് 6 അടി മണ്ണിലേക്ക് എടുത്തു വെക്കുന്നത് വരെ നമ്മുടെ നാനാ തുറകളിലുമുള്ള രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എല്ലാ ജനങ്ങളും ജാതി മതഭേദമേ എല്ലാവരും എത്തിച്ചേർന്ന് ഒരു സദസ്സാണ്. ഞാനിപ്പോൾ പറയേ ഉണ്ണികൃഷ്ണൻ ഭാഗ്യവാനാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇങ്ങനെയുള്ളൊരു സദസ്സിൻ്റെ സാന്നിധ്യത്തിൽ
ഒരു 3 പതിറ്റാണ്ട് ഇനിയും എത്രയോ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ഒരുപാട് സംഭാവന ചെയ്ത് കഴിയുമെങ്കിലും എല്ലാവരുടെയും വേദന ഏറ്റുവാങ്ങിക്കൊണ്ട് അഭിനന്ദനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞു എന്നുള്ളൊരു മഹാഭാഗ്യം കിട്ടിയെന്നാണ് എനിക്ക്. ഏതായാലും ഞാൻ നിർത്തണം. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരോടും സുഹൃത്തുക്കളോടും നാട്ടുകാരോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും എല്ലാ ദുഃഖത്തിലും വെവ്വേറെ പാർട്ടികളെ ദുഃഖം ഘനീഭവിച്ച ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ്റെ എൻ്റെ ഒരു അനുജ സഹോദരൻ്റെ വിയോഗത്തിലുള്ള ദുഃഖം അഗാധമായി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പാർട്ടിയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഊഷ്മളമായ എൻ്റെ പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ നൽകിക്കൊണ്ട് ജയ് ഹിന്ദ്.